പടിയം കണ്ണംകുളങ്ങര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്തായജ്ഞത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണാവതാരവും ഭാഗവത പാരായണവും പ്രഭാഷണം നടന്നു. രാവിലെ ഉഷപൂജ, വിഷ്ണു സഹസ്രനാമജപം എന്നിവ നടന്നു. യജ്ഞാചാര്യൻ ഭാഗവതശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് പ്രധാന കഥാസന്ദർഭത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ അവതാരവും ഉണ്ടായി. ഏപ്രിൽ 20 ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്തായജ്ഞം ഞായറാഴ്ച സമാപിക്കും. നല്ല തൊപ്പിയും ഒരു കൂളിംഗ് ഗ്ലാസും ഷർട്ടിന്റെ മുകളിൽ ഒരു കോട്ടും പിന്നെ ഒരു പാൻറ്റും പിന്നെ ഒരു ഷൂ ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഭാഗവതം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ എപ്പോഴേ കെട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായിരിക്കുന്ന ചില വേഷവും അല്ലേ വിധാനവും ഒക്കെ ഉണ്ട്. അതങ്ങനെ തന്നെയാവണം. കോടതി മുറിയിലേക്ക് കടക്കുന്ന വക്കീലിന് ഇന്ന രീതിയിലുള്ളതായ വേഷവിധാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിക്കും ഇന്ന രീതിയിലുള്ള വേഷവിധാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ അധ്യാപകർക്ക് അവകാശമില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പിട്ട് ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറയാൻ കുട്ടികൾക്ക് അവകാശമില്ല. എന്താ ഈ വേഷവിധാനങ്ങള് അവരവരുടെ കർമ്മം, അവരവരുടെ ജീവിതം, അവരവരുടെ പാരമ്പര്യം, അവരവരുടെ ചിന്തകൾ, ഇതിനൊക്കെ അനുസരിച്ച് ഓരോന്നിനും വ്യത്യസ്തമായ രീതികളുണ്ട്. ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുന്നവർക്ക് ഒരു വേഷവിധാനം അല്ലേ? ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവരാണ് അത്രേ ബ്രാഹ്മണര്. അവര് പിന്നെ വസ്ത്രം എടുക്കുന്ന എന്തിനാ? മറ്റുള്ളവർക്ക് നാണുണ്ടാവാണ്ടിരിക്കാൻ. സമൂഹത്തിന് ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നാണം മറിച്ച് നടക്കുന്നവരായിട്ടുള്ള ആളുകൾ.